2022 വേൾഡ് കപ്പിൽ കിരീടം നേടിയെന്ന് വെച്ച് ഇത്തവണ അർജന്റീനക്ക് കിരീടം നേടാനാകുമോ? ചോദ്യത്തിന് കടുപ്പമേറെയാണ്. ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പലരും അർജന്റീന ഗ്രൂപ്പ് റൗണ്ട് കടക്കുമോ എന്ന ചോദ്യം പോലും ഉന്നയിച്ചു. കാരണം ചരിത്രമാണ് അവർ തിരഞ്ഞത്. ചരിത്രത്തിൽ പല ടീമുകളും വേൾഡ് കപ്പ് നേടിയ ഉടനെ തന്നെ ഗ്രൂപ്പ് റൗണ്ടിൽ പുറത്താകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എതിർ ടീം ആരാധകർക്കുള്ള ഒരു ആയുധമായിരുന്നു അത്. എന്നാൽ സ്കലോണിയിലും മെസ്സിയിലും അർജന്റീൻ താരങ്ങളിലും വിശ്വസിക്കുന്ന ഓരോ അർജന്റീൻ ആരാധകനും തുടർച്ചയായ 2ാം വേൾഡ് കപ്പാണ് ലക്ഷ്യം കാണുന്നത്. അതിനുള്ള ഒത്തൊരുമയും അതിനുള്ള സ്ക്വാഡും അതിനുള്ള താരങ്ങളും സ്കലോണി വളർത്തിയെടുത്തിട്ടുണ്ട്. ഇത് അർജന്റീനയാണ്. 2026 ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീൻ സന്ദേശം വ്യക്തമാണ്. ഞങ്ങൾ വെറുമൊരു പാർട്ടിസിപ്പേഷന് വന്നതല്ല, ഇത്തവണയും ഞങ്ങളുടെ പക്കലുള്ള കിരീടം ഞങ്ങൾ തന്നെ നിലനിർത്താൻ ഒരുങ്ങുകയാണ്. 6 വേൾഡ് കപ്പ് കളിക്കുന്നു എന്ന റെക്കോർഡിന് വേണ്ടിയല്ല ആ 39കാരൻ ടീമിലെത്തിയത്. അയാൾക്ക് പ്രഷറില്ലാതെ അയാൾ എങ്ങനെ കളിക്കുന്നു എന്ന് ലോകത്തെ കാണിച്ചു തരാനാണ്. നിങ്ങൾ കണ്ടതല്ലേ, ആദ്യ മത്സരത്തിൽ തന്നെ അൾജീരിയക്കെതിരെ ഹാട്രിക്കുമായാണ് ലിയോ കളം നിറഞ്ഞത്. ഫുട്ബോൾ ലോകത്തെ അതിശയപ്പെടുത്തി, ഫുട്ബോൾ ലോക റെക്കോർഡുകളെ തകർത്തെറിഞ്ഞു. വേൾഡ് കപ്പിന്റെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾ യുവതാരങ്ങളാണ് പലപ്പോഴും സ്വന്തമാക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ചരിത്രം അയാൾ മാറ്റി എഴുതുമോ? ഒരു 39കാരനാണ് കൊടുന്നനെ വെന്നങ്ങ് 3 വെടിച്ചില്ല് ഗോളുകളുമായി കളം വിട്ടത്. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ അർജന്റീന കാഴ്ചവെച്ച ഫുട്ബോൾ ലോകമെമ്പാടുമുള്ള ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട്. സ്കോർ ലൈൻ മാത്രമല്ല, കളിയുടെ ഭംഗിയും ആത്മവിശ്വാസവും തന്നെയാണ് ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചാ വിഷയവും. അർജന്റീനയുടെ മത്സരം കണ്ട് എതിർ ടീം ആരാധകർ പലരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം മറക്കുന്നില്ല. ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും അർജന്റീനയുടെ ആദ്യ മത്സരം കണ്ട് തന്നെ വണ്ടടിച്ച് നിൽക്കുകയാണ്. അർജന്റീനക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന ചോദ്യം അവരിലുണ്ട്. 2022 ലോകകപ്പിനെ മുഴുവൻ വിസ്മയിപ്പിച്ച അർജന്റീനയേക്കാൾ കൂടുതൽ അപകടകാരികളാണോ ഈ ടീം? തോന്നുന്നുണ്ട്. ആദ്യ മത്സരത്തിലെ ഓരോ പൊസിഷനിലെയും ഓരോ താരത്തിൻ്റെയും പ്രകടനം എടുത്തു നോക്കിയാൽ 2022 മൂർച്ചയുള്ള സ്കലോണിപ്പടയാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. എത്ര മനോഹരമായാണ് അർജന്റീന ആദ്യ മത്സരം കളിച്ചത്. വേൾഡ് കപ്പ് പോലുള്ള ലോകോത്തര ടൂർണമെൻറ്റിൽ ആദ്യമായാണ് അർജന്റീന ഇത്രയും പ്രഷർ കുറച്ചുകൊണ്ട് കളിക്കുന്നത് കാണുന്നത്. എത്ര മനോഹരമായ മുന്നേറ്റങ്ങൾ, എത്ര മനോഹരമായ കൗണ്ടർ അറ്റാക്കുകൾ. ഡിഫൻസിലും മിഡിലുമെല്ലാം കാര്യങ്ങൾ അർജന്റീനയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. അൾജീരിയക്കെതിരായുള്ള 3-0 വിജയത്തിൽ അർജന്റീനയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്കോർ ലൈൻ മാത്രമായിരുന്നില്ല. കളിയുടെ എല്ലാ മേഖലകളിലും അവർ കാഴ്ചവെച്ച ആധിപത്യമാണ് അർജന്റീന ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ട അർജന്റീന പലപ്പോഴും മത്സരം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശക്തി കൂടുന്ന ടീമുകളിലൊന്നായിരുന്നു. ഓരോ മത്സരത്തിലും വീര്യം കൂടുന്നത് പോലെ. എന്നാൽ 2026 വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ വിസിൽ മുതൽ അവസാന വിസിൽ വരെ കളി നിയന്ത്രിച്ചത് എത്ര മനോഹരമായാണ്. ഒരു പ്രഷർ പോലുമില്ല. എടുത്തു പറയേണ്ടത് പ്രതിരോധ നിരയുടെ കരുത്ത്. 2022 നിന്നും വീര്യം കൂടിയ അർജന്റീനയുടെ ഡിഫൻസ് ഈ മത്സരത്തിലും ഒരു മതിൽ പോലെയാണ് നിന്നത്. അൾജീരിയക്കെതിരായുള്ള ആക്രമണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവയെ എങ്ങനെ കൃത്യമായി തടയാമെന്ന് ഡിഫൻഡർമാർ കാണിച്ചു തന്നു. അൾജീരിയയുടെ ഓരോ മുന്നേറ്റങ്ങൾ തുടക്കം കുറിക്കുമ്പോഴും അത് അവിടെ വെച്ച് കട്ട് ചെയ്യുക എന്നതായിരുന്നു ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ പണി. പ്രതിരോധ നിരയിൽ ഒരു തരത്തിലുള്ള പരിഭ്രമവും കാണാനായില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പന്ത് നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അർജന്റീൻ താരങ്ങൾ തിരിച്ചുപിടിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ്. അത് ഡിഫൻഡേഴ്സ് മാത്രമല്ല, മെസ്സി വരെ മുന്നിൽ നിന്ന് ഇറങ്ങി വന്ന് പന്ത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അൾജീരിയക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ സൃഷ്ടിക്കാൻ അവസരം കൊടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെൻറ്റുകളിൽ വിജയത്തിൻ്റെ അടിത്തറ ശക്തമായ പ്രതിരോധമാണ്. ആ കാര്യത്തിൽ അർജന്റീന ആരാധകർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. സ്കലോണി ഉരുക്കിയെടുത്ത ഉരുക്കുകോട്ടയാണിത്. 2022 മൂർച്ചയുള്ള ഉരുക്കുകോട്ട. അർജന്റീന ജേഴ്സിക്കായി ജീവൻ വരെ നൽകാൻ ശേഷിയുള്ള 2 സെൻറ്റർ ബാക്കുകളാണ് അർജന്റീനക്കുള്ളത്. 2 അല്ല, വല്യേട്ടനെയും കൂട്ടി 3 പേർ. അർജന്റീൻ ഭാഷയിൽ പറഞ്ഞാൽ ലിച്ചയും ക്യൂട്ടിയും ഒട്ടാമെൻറ്റിയും. അതെ, പ്രതിരോധത്തിൻ്റെ കരുത്താണ് ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യാനോ റൊമേറോയും പിന്നെ വലിയേട്ടനായ നിക്കോളാസ് ഒട്ടാമെൻറ്റിയും. ഒരുത്തനെയും അടുപ്പിക്കാത്ത പ്രതിരോധ ശൈലി, അഗ്രസീവ്നെസ് എന്തെന്ന് അർജന്റീൻ ഡിഫൻസിൽ വന്നാൽ നിങ്ങൾക്ക് കാണാനാകും. അർജന്റീൻ മധ്യനിര കഴിഞ്ഞാൽ എതിർ ടീമിന്റെ മുന്നേറ്റങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരവസരം പോലും കൊടുക്കാതിരിക്കുക. സ്കലോണി ഏൽപ്പിച്ച ദൗത്യം അർജന്റീന മനോഹരമായി തന്നെ നടപ്പിലാക്കുന്നു.
അൾജീരിയക്കെതിരായുള്ള മത്സരത്തിൽ നമ്മൾ അതുതന്നെയല്ലേ കണ്ടത്? ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യാനോ റൊമേറോയും എത്ര മനോഹരമായാണ് പ്രതിരോധം നിയന്ത്രിച്ചത്. ഒരു പിഴവ് പോലും കണ്ടില്ല. ഇനി അർജന്റീൻ മധ്യനിരയുടെ കാര്യമാണ്. എന്തു പറയണമെന്നറിയില്ല. സ്കലോണി എങ്ങനെയാണ് ഇത്രയും മികച്ച രീതിയിൽ താരങ്ങളെ വളർത്തിയെടുത്തത്? എൻസോയും മാക്കലിസ്റ്ററും റോഡ്രിഗോ ഡിപ്പോളുമെല്ലാം ഒന്നിനൊന്ന് മെച്ചം. യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞ് ഏതോ ഒരു MLS പോയി കളിച്ചത് കൊണ്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവർ കാണുക, കൺതുറന്ന് കാണുക. മത്സരത്തിൻ്റെ 17-ാം മിനിറ്റിൽ ലിയോ നേടിയ ഗോളിന് അയാൾ വഴിയൊരുക്കിയത് കാണുക. മധ്യനിരയിൽ നിന്നും മെസ്സിക്ക് ചുറ്റുമുള്ള 6 അൾജീരിയൻ ഡിഫൻസിനെ കാഴ്ചക്കാരാക്കി ആ വിടവിലൂടെ അദ്ദേഹം കൃത്യമായി മെസ്സിയിലേക്ക് പന്തെത്തിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവൻ തീർന്നെന്ന് നിങ്ങൾക്ക് കരുതിയെങ്കിൽ തെറ്റി. സ്കലോണിക്കു കീഴിൽ അർജന്റീനയുടെ എഞ്ചിനാണ് റോഡ്രിഗോ ഡിപ്പോൾ. മത്സരത്തിലുടനീളം ഏറ്റവും മികച്ച വർക്ക് റേറ്റോടെ കളിച്ച താരങ്ങളിലൊരാളാണ് റോഡ്രിഗോ ഡിപ്പോൾ. എന്തുകൊണ്ടാണ് ക്ലബ്ബ് തലത്തിൽ അത്ര വലിയ കരിയർ ഇല്ലാത്ത താരം സ്കലോണിയുടെ സിസ്റ്റത്തിൽ സ്റ്റാർട്ടിംഗ് എഴുപ്പിൽ തന്നെ സ്ഥാനം പിടിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണം ഇന്നലത്തെ ഒരൊറ്റ മത്സരം കണ്ടാൽ മതി. അൾജീരിയക്കെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാ വർക്ക് റേറ്റ്? ഏത് മധ്യനിരക്കാരനാണ് അത്രയും മികച്ച രീതിയിൽ വർക്ക് റേറ്റ് ചെയ്തുകൊണ്ട് കളിക്കാൻ സാധിക്കുക? പ്രതിരോധത്തിലും ഡിഫൻസിലും മുന്നേറ്റത്തിലുമെല്ലാം ഡിപ്പോൾ ഒരുപോലെ സഹായിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അലക്സിസ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും മധ്യനിരയുടെ ഋതത്തിനനുസരിച്ച് ഉയർന്നു. പാസുകളുടെ വേഗത, കൃത്യത, കളിയുടെ വേഗം നിയന്ത്രിക്കുന്ന കഴിവ്, എതിരാളികളുടെ സമ്മർദ്ദത്തിൽ നിന്ന് പന്ത് പുറത്തു കൊണ്ടുവരാനുള്ള മികവ് എല്ലാം അസാധാരണമായിരുന്നു. മധ്യനിര താരങ്ങൾ പ്രതിരോധത്തിനും മുന്നേറ്റ നിരക്കുമിടയിൽ ഒരു പാലം പോലെ പ്രവർത്തിച്ചു. ആക്രമണം ആരംഭിക്കേണ്ട സമയത്ത് അവർ കൃത്യമായി മുന്നോട്ട് കുതിച്ചു. പ്രതിരോധം ആവശ്യമായപ്പോൾ പിന്നിലേക്കിറങ്ങി അർജന്റീൻ ഡിഫൻസിനെ സഹായിച്ചു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അർജന്റീനയുടെ മത്സരം കളിയുടെ ഇത്രയും സമതുലിതമായി മുന്നോട്ട് പോയതും. പല ഘട്ടങ്ങളിലും അൾജീരിയൻ താരങ്ങൾ പന്തിന് പിന്നാലെ ഓടുന്നതാണ് കണ്ടത്. കളിയുടെ റിതം പൂർണ്ണമായും അർജന്റീൻ മധ്യനിരയുടെ നിയന്ത്രണത്തിലായിരുന്നു. മുന്നേറ്റ നിരയുടെ പ്രകടനമാണ് എതിരാളികൾക്ക് ഏറ്റവും വലിയ മുന്നറിയിപ്പ്. അവിടെ ലിയോ എന്ന ഒരുത്തനുണ്ടായാൽ മുന്നേറ്റ നിര അയാൾ അടക്കി ഭരിച്ചോളും. അല്ല, മധ്യനിരയും മുന്നേറ്റ നിരയും എല്ലാം അയാൾക്ക് ഭദ്രമാണ്. ആദ്യ മത്സരത്തിൽ വെടിച്ചിലെ ഹാട്രിക്കുമായി മുന്നിൽ നിന്ന് നയിച്ച ലിയണൽ മെസ്സിക്കൊപ്പം ഫോർവേഡിൽ കളിക്കാനിറങ്ങിയ ലൗതാരോ മാർട്ടിനസ് ഫോമായില്ല എന്നത് അൾജീരിയക്ക് ആശ്വസിക്കാം. ഫോമായിരുന്നെങ്കിൽ സ്കോർ 3-ൽ ഒതുങ്ങില്ലായിരുന്നു. മത്സരത്തിൻ്റെ 80-ാം മിനിറ്റിൽ തന്നെ മെസ്സിയെ പിൻവലിക്കുകയും ചെയ്തു. അതും അൾജീരിയക്ക് ആശ്വസിക്കാം. അല്ലെങ്കിൽ സ്കോർ ബോർഡ് ഇനിയും ഉയർന്നേനെ. ഏതായാലും അർജന്റീനയുടെ ആദ്യ മത്സരം കണ്ട് പലരുടെയും കിളി തന്നെ പറത്തിയിരിക്കുകയാണ് സ്കലോണിയും മെസ്സിയുമെല്ലാം. ഈ വേൾഡ് കപ്പിലും അർജന്റീനയെ സൂക്ഷിച്ചു കൊള്ളുക. കിരീടം നിലനിർത്താൻ കഴിഞ്ഞതിനേക്കാൾ ആവേശത്തിലാണ് സ്കലോണി പടയുടെ വരവ്. എതിരാളികളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് മെസ്സിക്കും സ്കലോണിക്കുമെല്ലാം ശീലമുള്ളൂ. കാത്തിരിക്കുക മനോഹര ദിവസങ്ങൾക്കായി.